സഹായം തേടി വുഹാനിൽ 10 ഇന്ത്യക്കാർ. രോഗസാധ്യതയുള്ളവർ പുറത്തിറങ്ങി നടക്കുന്നത് കുറ്റകരം. എന്താ സുമേഷേട്ടോ? ഞാൻ കുറച്ചു നേരം എത്തിയിട്ട് പത്രം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വിശേഷം? കൊറോണ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ പന്ത് കളി തുടങ്ങിയോ? മറ്റേ പന്ത് കളിക്കുന്ന ആളല്ലേ? അത് മറഡോണ. ഇതാരാണ്? കൊറോണ. എന്താ മൂപ്പരെന്തായിന്ന്? മൂപ്പറെന്ത് ചെയ്യണല്ല, വൈറസ്. പടച്ചറപ്പ മറ്റേ ചൈനയിലത്തെ അത് തന്നെ. റബ്ബുലാലമീനായ തമ്പുരാനെ, എന്തൊക്കെ ഹലാക്ക നമ്മുടെ നാട്ടിൽ വന്ന് കൂടിയേക്കണേ. ഇത് പിടിച്ച ആൾക്കാര് തൊട്ടാ സൂക്ഷിക്കണം, കൈ കഴുകണം, സോപ്പിട്ടിട്ട് അരമണിക്കൂർ കഴുകണം എന്നൊക്കെ പറയണേ. ഇതൊക്കെ എന്തോണ്ടാ? വൃത്തിയും എടുപ്പില്ലാന്ന് അർത്ഥം. നേരെ മറിച്ച് 5 നേരം ഒന്നും എടുത്ത് നിസ്കരിക്കണവർക്ക് ഈ കുഴപ്പമുണ്ടോ? ഞാൻ അമ്പലത്തിലും പോകുന്നുണ്ടേ അല്ലേ? അപ്പൊ ആ ജാതി കാര്യങ്ങൾ ചെയ്യണവർക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എന്റെ നിഗമനം. എനിക്ക് ഇപ്പൊ 10-70 വയസ്സിന്റെ അടുക്കായാലോ ഒരസുഖം ഇന്നേ വരെ എന്റെ ശരീരത്തിലേക്ക് ഒരു ഈച്ചം കൂടി എന്റെ ദേഹത്ത് ഒന്നും ഇരിക്കലല്ലോ. പറഞ്ഞു കേട്ടിട്ട് നമുക്ക് കളിയാക്കാൻ വേണ്ടി വന്നാ. അല്ല, അപ്പൊ അതാ ഞാൻ പറഞ്ഞതേ, പേടി എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയൂല. പിന്നെ അങ്ങനെ പേടിച്ചിട്ട് ആശുപത്രിക്ക് പോണ്. അപ്പൊ പാമ്പ് കടിച്ചിട്ട് ആശുപത്രി പോയതോ? വിവരവും വിവേകവും ഇല്ലാത്തൊരു ജീവി എന്തെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്തു കരുതിയിട്ട് അതിനോട് തർക്കിക്കാൻ പോവില്ല ആണോ? ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ലാന്ന്. പാമ്പ് കടിച്ചൊരു 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ബോധം പോയിന്നപ്പോ അവര് പറയണേ. ആ സമയത്ത് ഇന്നെ ആവണപ്പറമ്പ് മനക്കിലേ വിഷ ചികിത്സയുടെ സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ എടുത്തോണ്ടായിട്ട് അവരങ്ങനെ ചികിത്സിച്ച്. അല്ലാണ്ട് ഞാൻ പോയതല്ല, എനിക്ക് ബോധമില്ലാത്ത സമയത്ത് കൊണ്ടുപോയോണ്ട് രസപ്പെട്ട്. ആര്? അവര്. എനിക്ക് ബോധം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ചികിത്സിക്കാൻ സമ്മതിക്കോ? നല്ല കാര്യായി. 10 ആയത്തിൽ കുറിച്ച് ആ പാമ്പ് കൊത്തി ഉടനെ അങ്ങനെ ചെല്ലി. ഞാൻ അപ്പൊ ഇറങ്ങിയില്ലേ വിഷം. എന്താ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള. എന്താ ചങ്ങായി ഇപ്പൊ പോക്കതിന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇല്ലല്ലോ. അയ്യോ, കറക്കായിരുന്നില്ലേ? അലച്ചിലായിരുന്നു. ഭയങ്കര യാത്രാക്ഷീണുണ്ട്. എന്നാലും ഓന്റെ മാതിരി ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ദുനിയാവിലില്ലാട്ടോ. ഏതൊക്കെ രാജ്യങ്ങളിലാ ഈ പായം പോണേ. സത്യം പറയല്ലേ, ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ബോറാണ് കേട്ടോ. അയ്യോ, എന്താ ഒന്ന് കേറാൻ കൊതിയാവും ഈ അമ്മക്ക്. അല്ല, ഇപ്രാവശ്യം എവിടെയൊക്കെ പോയി? സിംഗപ്പൂര്, മലേഷ്യ, ബാങ്കോക്ക്, തായ്ലാന്റ്, കൊറേ സ്ഥലങ്ങൾ പോയി. പക്ഷെ ഒരിടത്തും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഭയങ്കര അലച്ചിലായിരുന്നു, ബോറായിരുന്നു യാത്ര. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ കാനഡയിൽ പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാളിന് എന്റെ കൂടെ വരാൻ കമ്പനിയുടെ ഓഫറാണ്. എന്താ എന്റെ മന്മത, എനിക്ക് ഇവിടെ കാലടിയിൽ എന്റെ മോളുടെ അടുത്തൊക്കെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ കാനഡയിൽ. സുമേഷേട്ടാ, കാനഡയിലൊക്കെ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഞാനില്ല. ഒന്ന് പോയിക്കാളി. ഞാനില്ല. അല്ല മന്മത, ശരിക്കും നിന്റെ ബിസിനസ് അവിടെ എന്താ? അല്ല ആളെ, ഇത്ര ആളായിട്ട് എന്റെ ബിസിനസ് അറിയില്ലേ? എന്റെ ബേബിയങ്കിളില്ലേ, ബേബിയങ്കിള്. അതല്ല, എന്റെ മമ്മിയുടെ ബേബി നമുക്ക് നിങ്ങക്ക് മനസ്സിലായോ? എനിക്കറിയാം. ബാലല്ലേ, ബാലേ. ആശാരി പണിയായിരുന്നല്ലോ എനിക്ക്. എന്റെ പേരൊക്കെ വേഞ്ഞിട്ടേ പണിക്ക് പോവില്ല, അന്ന് പണിക്ക് പോവില്ല. ഇവർക്ക് ഈ അപ്പോഴും ഈ തരികട കച്ചവടം. എന്താണ്? വെള്ള ഉടുപ്പ്, വെള്ള മുണ്ടിന്റെ കൂടെ കുറെ നാളായി ഞാൻ ആഗ്രഹിക്കാം. എന്താ അടുത്ത് പോയി വരുമ്പോ ഒരു വെള്ളക്കണ്ണടയും ഒരു വെള്ള ചെരുപ്പും. അന്നെനിക്ക് ഇന്നെ പാട്ടും പഠിപ്പിച്ചാളി. ഞാൻ എന്താ യേശുദാസോ? നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കൂല. പ്രാവശ്യം ഞാൻ കേട്ടു നിങ്ങളെ പാട്ട്. അല്ല മന്മത, കോയാക്ക് മാത്രമേ ഉള്ളൂ, നമുക്കൊന്നുമില്ലേ? ഉണ്ട്. വൈകിട്ട് പോരെ? ഇപ്പൊ എന്തിനു മറക്കോ ഞാൻ? അതെന്താ സാധനം? നക്ഷത്ര എന്താ? എന്താ
എത്ര സാധനം ഇത് ഊതോ? ഇത്രയും വലിയ ഊതുണ്ടോ? നിങ്ങൾക്ക് അറിയാമത്. ഓ ആ ജാതി സാധനമാണല്ലേ. പിന്നെ രണ്ടാളോട് ഒരു കാര്യം പറയാം, ഇത് ഒഴിച്ചിട്ട് മടമടമടാന്ന് കുടിക്കരുത്. ഇത് കുടിക്കണതിനൊരു താളമുണ്ട്. ആദ്യം ഗ്ലാസ്സിൽ ഓരോന്ന് ഒഴിക്കുക, 3-4 കഷ്ണം ഐസ് ഇടുക, വെള്ളം ചേർക്കേ വേണ്ട. പിന്നെ ടച്ചിങ്സ് ആയിട്ട് പാട്ടയോ പല്ലിയോ പഴുതാരയോ വെട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈയോ റോസ്റ്റോ ചെയ്ത് വേണം അടിക്കാൻ. ഇത് ഞാൻ വാങ്ങിയ രാജ്യത്തെ ആൾക്കാർ അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നേ. എടോ ചങ്ങായി, ഇതിപ്പോ ഏത് രാജ്യത്തുനിന്നാ വാങ്ങിയത്? സിംഗപ്പൂർ, മലേഷ്യ, ബാങ്കോക്ക്, തായ്ലാന്റ് വഴി കറങ്ങി ഏറ്റവും ഒടുവിൽ ഞാൻ ചൈനയിലാണ് എത്തിയത്. അവിടെ നിന്നാണ് ഇതൊക്കെ മേടിച്ചത്. എവിടെ? അതും ഇതും ഒക്കെ ചൈനയിൽ നിന്ന് മേടിച്ചതാ. ഹലോ, എടാ ശ്രീനാഥൻ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. എടാ ഞാൻ ചൈനയിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ലടാ എനിക്ക്. അതെ എടാ എടാ ഫോണിൽ കൂടെ ഒന്നും പകരമില്ല, നീ പൊട്ടത്തരം പറയല്ലേ. നിനക്ക് ഞാൻ ഒരു പെർഫ്യൂമും സാധനമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നീ അത് മേടിക്കാൻ വരാന്ന് പറഞ്ഞിട്ട്. എടാ എനിക്ക് കുഴപ്പമില്ല, വേണ്ടേ? ഹലോ എടാ, അതെ ഹലോ ഹലോ. ഓ അയ്യോ, മാസ്ക് അങ്ങ് വെച്ചേക്കല്ലേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഹലോ, മന്മോഹൻ സാറല്ലേ? ആരാ? മന്മോഹൻ സാറല്ലേ? ആരാ? ഹെൽത്ത് ഒന്ന് വരികയാണോ? ഓ, ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സത്യശീലൻ. ഇത് ഡോക്ടർ കിങ്ങണി. ഇരിക്കാം. വേണ്ട വേണ്ട, കുഴപ്പമില്ല, അത് നിന്നോളാം. അതെ, മുഖംമൂടി ഒന്ന് മാറ്റോ, മനുഷ്യന്മാരെ കണ്ടിട്ട് 2-3 ദിവസമായി. അയ്യോ, അത് മാറ്റിക്കൂടാ, അതാണ്. നിങ്ങൾ ചൈനയിൽ പോയിരുന്നോ? ഓ ശരി, ചൈനയിൽ പോയിട്ട് അവിടെ എത്ര ദിവസം ഉണ്ടായി? ഞാൻ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. എന്തൊരാവശ്യമായിട്ടാണ് പോയത്? എന്തൊരാവശ്യമായിട്ടാണ് പോയത്? അതെ, ചെറിയ ബിസിനസിന്റെ ആവശ്യമായിട്ട് പോയതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി. 3 ദിവസമായി. ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു മനുഷ്യനും ഇല്ല, ആരും ഇപ്പൊ ഇങ്ങോട്ട് വരണമില്ല സാറേ. വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെത്. ഇവിടെ പാചകം ചെയ്യാൻ ഒരു സ്ത്രീ വന്നോണ്ടിരുന്നത്, അപ്പൊ അവര് വരാതെയായി. പാലും കൊണ്ടൊരു പയ്യൻ വരുമായിരുന്നു, അവനും വരണില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ, ഈ പരിസരത്ത് തന്നെ ഒരുപാട് പേരുണ്ട്, ഒരു മനുഷ്യനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. ഞാനൊന്ന് പുറത്തോട്ടിറങ്ങിയ ആൾക്കാർ ഓടുകയാണ്. ഇപ്പോൾ 3-4 മാസം മുമ്പ് ഞാൻ ചൈനയിൽ നിന്ന് വന്ന് ഈ വീടുള്ള എല്ലാ വീടുകളിലും പല സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഇപ്പം ഞാനും കൊള്ളൂല, ചൈനയും കൊള്ളൂല. എന്തൊരു കഷ്ടമാണ് സാറ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമാണ്. ഒരു കണക്കിന് നന്നായി അല്ലേ? ഞാൻ ഭക്ഷണം കഴിക്കാത്തതാണ്. അല്ലല്ല, ഈ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതിരുന്നല്ലോ, അത് നന്നായി എന്ന് പറയാ. സാർ അങ്ങനെയൊന്നും പറയരുത്. സാറിന് ഈ അവസ്ഥ വരുമ്പോഴേ അറിയൂ. ആൾക്കാരെ കാണാതെ, ആൾക്കാരോട് മിണ്ടാതെയൊക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞോ നരകത്ത് കിടക്കണ പോലെ. മിസ്റ്റർ മന്മഥൻ, ഈ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള വൈറസിനെ പറ്റിയിട്ടൊക്കെ അറിയാലോ, കൊറോണ. ആളുകൾ മുഴുവൻ അതിന്റെ ഭീതിയിലാണേ. അപ്പൊ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. സാറേ, എനിക്ക് ഒരു കുഴപ്പമില്ല. മന്മഥന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ ഒന്ന് ഉഷാറാവും. തുമ്മലുണ്ടോ? തുമ്മല് നേരത്തെ ഒന്ന് തുമ്മി. തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുമ്മിക്കൊണ്ടേ ഇരിക്കുവോ, അതോ ഒരു തുമ്മല് തുമ്മിയിട്ട് നിൽക്കുവോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഒരു തുമ്മലിൽ നിൽക്കും, ചിലപ്പോൾ ഒന്നുകൂടെ തുമ്മും, ചിലപ്പോൾ വരണ തുമ്മൽ ചീറ്റിപ്പോവും. അങ്ങനെ ഒരു ഇതല്ല. ചുമയുണ്ടോ? ചുമ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ചുമച്ച എങ്ങനെ? കൂടെ കൂടെ ചുമച്ചോ, അതോ ഒരു ചുമയോ ചുമച്ചുള്ളൂ? അത് ചുമ വരുമ്പോലെ ഇരിക്കും സാറേ. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പറയാം. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ചിലപ്പോ ചുമച്ചിട്ടുണ്ടാവും. കണ്ണ് എന്താ മൊത്തൊരു വിളർച്ച തോന്നുന്നുണ്ട് ഡോക്ടറെ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കോ? ഓ
സാറേ ബ്ലഡ് പ്രോബ്ലം ഉണ്ട് സാറേ. പിന്നെ നല്ല പനിയുണ്ട്, പൾസ് ചെറുതായിട്ട് ഫീബിൾ ആണ്. പിന്നെ ഇവിടെ ഇരുത്തുന്നത് സേഫ് അല്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ആംബുലൻസ് വിളിച്ചോ സാർ, അതായിരിക്കും നല്ലത്. സാറേ എന്നെ കൊണ്ടുപോകണം, എനിക്കൊരു കുഴപ്പമില്ല. അല്ല നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോവാതെ നല്ലത്. സാറേ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിരുന്ന എൻ്റെ അസുഖം മാറും. കഴിക്കാൻ നമുക്ക് വാങ്ങിക്കാമല്ലോ. സാറേ എനിക്ക് കുഴപ്പമില്ല. ഹലോ, അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സിംറ്റംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ആശുപത്രിയിൽ എത്തിക്കണം. അതെ, ഇനിയിപ്പോ അതിനെ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആളെ വിടാം. അപ്പൊ എന്നാ ആശുപത്രിയിലേക്ക് അയക്കണം. ശരി. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നോക്കിയൊക്കെ അതിനെക്കുറിച്ച് തമാശകൾ എഴുതി ചിരിക്കാൻ കുറെ എണ്ണം. ആളുകൾ അങ്ങനെ തന്നെയാണ് സാറേ, ഒരു കാര്യമില്ല. എത്ര നമ്മൾ എന്ത് പറഞ്ഞിട്ടും. അല്ല, അതിന്റെ സീരിയസ്നെസ് ചിലർക്ക് മനസ്സിലാവണില്ല, അതാണ് കാര്യം. ഇപ്പൊ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കക്ഷിയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് പോയി. മന്മഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷി. അപ്പൊ അയാളെ നമ്മളിപ്പോ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആദ്യം നാട് വരാൻ കൂട്ടാക്കിയില്ല, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ പുള്ളിക്ക് അത് ബോധ്യപ്പെട്ടു. സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ നമ്മള് ഒബ്സർവേഷൻ വെച്ചിട്ടുണ്ട്. അല്ല, ആള് കുഴപ്പമില്ല, എല്ലാവരോട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കണ്ട പോലെയല്ല, രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ്. എല്ലാവരും ഭീതിയിലാണ്. ഒരുപാട് പേര് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആളുകൾ നമ്മളോട് സഹകരിച്ചാൽ മാത്രം മതി. ആരാ? വന്നോളൂ, വരൂ. എന്തേ? കൊറോണ. എന്ത് കൊറോണ? എല്ലാവർക്കും ഇല്ല കൊറോണ. എനക്ക് എനക്കെന്നെ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ്. എല്ലാവരും ഭീതിയിലാണ്. ഒരുപാട് പേര് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആളുകൾ നമ്മളോട് സഹകരിച്ചാൽ മാത്രം മതി. ആരാ? വന്നോളൂ, വരൂ. എന്തേ? കൊറോണ. എന്ത് കൊറോണ? എല്ലാവർക്കും ഇല്ല കൊറോണ. എനക്ക് എനക്കെന്നെ. ആര് പറഞ്ഞു? ഞാൻ ഉറപ്പിച്ചില്ലേ. എന്തായി പറയണേ? അങ്ങനെയൊന്നും വരില്ല. അല്ല, എനക്ക് വരും. എവിടുന്ന് വരും? ചൈനീന്ന്. ഇയാള് ചൈനയിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിന് ചൈനയിൽ പോകും സാറേ? ഇന്നലെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഒരു ഹോട്ടലിൽ പുതിയ ഉദ്ഘാടനം ചെയ്തൊരു ഹോട്ടലിൽ വിളിച്ചിട്ട് അവർ നല്ലോണം ഭക്ഷണം തന്നു. എന്റെ സുഹൃത്താണ്. അപ്പൊ ഈ നൂല് പോലത്തെ സാധനം ഉള്ളല്ലോ സാറേ, എന്താ പറയുന്നത്? നൂല് പോലത്തെ ചിക്കന്റെ കഷ്ണലായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലോണം കഴിച്ച് പൈസ ഒന്നും മേടിച്ചിട്ട. ഉദ്ഘാടനം കഴിഞ്ഞല്ലേ. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, മിന്നുന്ന ലൈറ്റ് ഉണ്ടായി. ഞാൻ ഒരു വലിയ ബോർഡ് ഉണ്ട്, ചൈനീസ് ഫുഡ്. തീർന്നില്ലേ? ചതി പൊടിഞ്ഞത്. അതിനിപ്പോ എന്താ? ഭക്ഷണം കഴിച്ചു വെച്ചിട്ട് അങ്ങനെ അസുഖമൊന്നും വരില്ല. അതിനിപ്പോ എന്തെന്ന് ചൈനീസ് ഫുഡ് കഴിച്ചിട്ട്. ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഒന്നും അല്ലല്ലോ, ഇവിടെ ഉണ്ടാക്കിയതല്ലേ. പോരെ, ചൈനീസ് ഫുഡാണല്ലോ ഉണ്ടാക്കിയാലോ. അങ്ങനെയൊന്നും അസുഖം വരില്ല. നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടോ? തൊണ്ടവേദന ഉണ്ട്. ക്ഷീണുണ്ടോ? അയ്യോ, ചെറിയ ക്ഷീണമുണ്ട്. ജലദോഷം ഉണ്ടോ? ഉണ്ട്. പനിയുണ്ടോ? ഉണ്ട്. പനിയുണ്ട്. തുമ്മല് വന്നോ? അയ്യോ, ഒരുക്ക തുമ്മി. എന്നതാക്ക അങ്ങനെ പേടിക്കണ്ട. ഇത് അങ്ങനെ വരുന്ന അസുഖമൊന്നുമല്ല. ഇതെന്തെങ്കിലും വൈറൽ ഫീവർ എന്തെങ്കിലും ആയിരിക്കും. ചെറിയ പനി എന്തെങ്കിലും ആയിരിക്കും. ആ ഡോക്ടർ നോക്കും. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാട്ടാ സാറേ. അപ്പൊ ഇതെന്ത് ചെയ്യല്? ഒന്നും പേടിക്കണ്ട, എന്റെ കൂടെ വന്നാ ഞാൻ നോക്കാം. മീട്ടത്ത് കെട്ടുന്ന സാധനം ഉണ്ടാവോ? മീട്ടത്ത് എന്തോ സാധനം കെട്ടണ്ട ഇങ്ങനെ. മീട്ടത്ത് കെട്ടുന്ന വലിച്ചിട്ട്. മാസ്കോ? അത് ഞാൻ തരാം. നടന്നോ. പേടിയാണ്. ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഉറപ്പല്ലേ? എന്താ അസുഖം എന്നൊന്നും അറിയില്ല, വെറുതെ പറയാ ഞാൻ എനിക്കുണ്ട്. ആരോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കണം, അതാണ് സംഭവം. കഷ്ടം.
എത്ര ദിവസമായി ഇവിടെ? എത്ര ദിവസമായി അസുഖം തുടങ്ങിയിട്ട്? അസുഖമൊന്നുമില്ല, ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ടിട്ട്. കൊറോണ ഉണ്ടാ? കുറയാനായിട്ട് എനിക്കില്ലല്ലോ. ഇല്ല, കൊറോണ ഇല്ല, കൊറോണ ഉണ്ടെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിട്ടേക്കണതേ. ആ, എന്താ പേര്? പാരി. ആ, എന്താ പേര്? മന്മഥൻ. എന്താ സാധനം ഉണ്ടാ? എന്താ അവര് എന്നെ സംശയം ഉണ്ടെന്നും പറഞ്ഞൊക്കെ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം ഇപ്പൊ എടുത്തിട്ട് പോയിക്കാം, പരിശോധിക്കാം. എങ്ങനെ പറ്റി? ഇത് ഒന്നും പറ്റിയതല്ല, ഞാൻ എയർപോർട്ടിൽ വണ്ടി ഓടിക്കണേ. പ്ലെയിനല്ല, ടാക്സി. അപ്പോൾ ഒരു പാസഞ്ചറിനെ കൊണ്ടുപോയി ഞാൻ അവിടെ ഇറക്കി പുള്ളിയുടെ ബാഗൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഫ്ലൈറ്റ് വന്ന് കുറേ പേര് ഇറങ്ങി ഇങ്ങോട്ട് വരണുണ്ടായി. അപ്പോൾ ഒരാൾ എന്നെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ എന്നോടത്ത് ഓട്ടം വിളിക്കാനാന്ന് ഓർത്ത് ഞാൻ വലിയ ഉത്സാഹത്തിന് അങ്ങോട്ട് ചെന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ബോൾഗാട്ടി പാലസിൽ പോണ വഴി ചോദിച്ചു. ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ ഒരു ഇംഗ്ലീഷിലൊക്കെ പുള്ളിക്ക് പാലസിൽ പോണ വഴി പറഞ്ഞു കൊടുത്ത. അയാൾ താങ്ക് യു പറഞ്ഞ് കയ്യും തന്നിങ്ങനെ കെട്ടിപ്പിടിക്കണ പോലെ കാണിച്ചു. ആ പുള്ളി ഒരു ചൈനക്കാരനായിരുന്നു. ഞാൻ അതും കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഹെൽത്തുകാർ വന്ന് പിടിച്ച് എന്നെ വണ്ടി കയറ്റി. അത് ആരാന്ന് ചോദിച്ചപ്പോൾ അവനൊരു ചൈനക്കാരനാണ് വഴി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട്. അയ്യോ, ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാക്സി ഓടിക്കണേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ഒരു ചൈനയുടെ മൊബൈൽ ഫോണാണ് കൊടുത്തത്. പിന്നെ അവന്മാര് മുണ്ടിച്ചില്ല, പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഐസൊലേഷൻ വാർഡെന്നാ കേട്ടപ്പോ ഞാൻ ആദ്യം പേടിച്ച്. പക്ഷെ ഇവിടെ സൗകര്യമാണ്, സമയത്ത് ഭക്ഷണമുണ്ട്, AC ആണ്, പിന്നെ നമ്മുടെ പേരൊക്കെ TV എഴുതി കാണിക്കണ്ടെന്നാ കേട്ടത്. ഗമയായിട്ട് അങ്ങോട്ട് കിടക്കാണ്. എന്താ പറ്റിയത്? ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുത്താണോ? അയ്യോ, ചൈന വഴി ഒന്ന് പോവേണ്ടി വന്നു. ചൈനയിൽ പോയാ? പേടിക്കണ്ട, എനിക്ക് കുഴപ്പമില്ല. എന്റെ പെടലി അങ്ങനെ തന്നെ കിടന്നിട്ടേ. എന്നിട്ട് ചൈനയിൽ പോയി തിരിച്ചു വന്നപ്പോ ആരും എന്നെ അടുപ്പിക്കുന്നില്ല, എല്ലാരും ഒറ്റപ്പെടുത്തി. ഉണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ല, 2-3 ദിവസം കൊണ്ട് പോയി കിട്ടുമെന്നാണ് വാർത്തയിലൊക്കെ പറയണത്. നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇത്ര പരിചയപ്പെട്ട സ്ഥിതിക്കേ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് നേരിട്ടതാണെന്ന് പറയാലോ. മുഖം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാ തിരിച്ചറിയാലോ. എനിക്ക് മുഖം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. 2 ദിവസമായി ആൾക്കാരെയൊക്കെ കണ്ടിട്ടെ. സത്യത്തില് നിങ്ങൾക്ക് അസുഖം ഉണ്ടോ? ഇല്ല, ഇത് പഴയ ഇസിനോഫീലിയടാ, ഇടക്ക് വന്നതാ. എനിക്ക് ഇത് എടുത്ത് അപ്പം തുമ്മല് വരും. AC അടി കിടന്നിട്ടാണ്, പേടിക്കണ്ട. ഇനി അത് എടുക്കണ്ട കേട്ടോ. ആ